ഊർജ്ജ, സിവിൽ, ആണവ സാങ്കേതിക വിദ്യ മേഖലകളിൽ സഹകരിക്കുന്നതിനായി വാഷിംഗ്ടൺ സൗദി അറേബ്യയുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് ഇപ്പോൾ US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സൗദി തലസ്ഥാനമായ റിയാദിൽ നിന്നുള്ള പത്രക്കുറിപ്പിൽ രാജ്യവുമായുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളിലെ തന്ത്രപരമായ ഒരു ചുവടുവയ്പ്പാണ് കരാറെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സൗദി അറേബ്യയിലെ സമാധാനപരമായ ആണവോർജ്ജ വ്യവസായം പ്രാദേശികവൽക്കരിക്കുന്നതിനായി തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് US ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. കൂടാതെ ലോകത്തെ മികച്ച സ്ഥലമാക്കി മാറ്റാൻ രാജ്യം ശ്രമിക്കുന്നുവെന്നും ഈ സഹകരണത്തിൽ തന്റെ രാജ്യം ഒരു വാഗ്ദാനമായ ഭാവി പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെ ഒരു US പങ്കാളിത്തത്തിനും ആണവോർജ്ജത്തിനും പങ്കാളിത്തത്തിനും തീർച്ചയായും 123 കരാർ ഉണ്ടാകും. 1954 US ആണവോർജ്ജ നിയമത്തിലെ സെക്ഷൻ 123 ആണ് ഇത് പരാമർശിക്കുന്നത്. ഇത് അമേരിക്കൻ സർക്കാരിനെയും അമേരിക്കൻ കമ്പനികളെയും ഒരു സിവിൽ ആണവ വ്യവസായം വികസിപ്പിക്കുന്നതിന് രാജ്യത്തെ സ്ഥാപനങ്ങളുമായി പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി അറേബ്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും US ഊർജ്ജ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. ആഴ്ചകൾക്കുള്ളിൽ സമഗ്രമായ ഒരു US സൗദി സഹകരണ കരാറിൽ ഒപ്പുവെക്കാൻ ഇരുപക്ഷവും തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച റിയാദിലെ കിങ് അബ്ദുള്ള പെട്രോളിയം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിൽ സൗദി ഊർജ്ജ മന്ത്രി പ്രിൻസ് അബ്ദുള്ള അസീസ് ബിൻ സൽമാൻ US മന്ത്രിയെയും ഒപ്പമുണ്ടായിരുന്ന പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ചിരുന്നു. സമാധാനപരമായ ഒരു സിവിലിയൻ ആണവ പദ്ധതി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യം മുൻപ് അമേരിക്കയുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. റിയാദ് US ഏകദേശം $1 ട്രില്യൺ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്.